വിശദമായി നോക്കാം. മുഖ്യമന്ത്രിക്ക് പിന്നാലെ മലപ്പുറം പരാമർശത്തിലടക്കം വെള്ളാപ്പള്ളി നടേശന് പൂർണ്ണ പിന്തുണയുമായി മന്ത്രി സജി ചെറിയാൻ. വെള്ളാപ്പള്ളി ഇടതുവിരുദ്ധനല്ല, ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്നയാളാണ്. തുഷാർ വെള്ളാപ്പള്ളിയുടെ പാർട്ടിയുമായി വെള്ളാപ്പള്ളിക്ക് ബന്ധമില്ലെന്നും സജി ചെറിയാൻ പറഞ്ഞു. ന്യൂസ് 18 അഭിമുഖത്തിലായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. വെള്ളാപ്പള്ളി സാറുമായി ബന്ധപ്പെട്ട് വ്യക്തിപരമായ നല്ല സൗഹൃദമുണ്ട്. അത് ദീർഘകാലമായിട്ടുള്ളൊരു ബന്ധം, ആലപ്പുഴ ജില്ലക്കാരനെന്നുള്ള ബന്ധം. അദ്ദേഹത്തിൻ്റെ ഒരു അറിവോടെയാണ് BDJS രൂപീകരിച്ചതെന്ന് ശരിയാണ്. പക്ഷേ CPM-ൻ്റെ നേതൃത്വം ശക്തമായി അതിനെതിരെ രംഗത്ത് വന്നുകൂടി അദ്ദേഹം പിന്മാറി. അതൊരു വസ്തുതയാണ്. പക്ഷെ തുഷാർ അതിൻ്റെ ഭാരമായിട്ടിരിക്കുന്നുണ്ട്. അത് അദ്ദേഹം പറഞ്ഞോ പറഞ്ഞിട്ടോ അല്ല, അതൊരു വേറൊരു സംവിധാനം, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ടത് ഓർഗനൈസ് ചെയ്ത് പോയി. അതിനുശേഷം വെള്ളാപ്പള്ളി സാർ എടുത്തിട്ടുള്ള നിലപാടുകളിൽ ഇടതുപക്ഷത്തിന് വിരുദ്ധമായ നിലപാടുകൾ വളരെ കുറവാണ്. ഇപ്പം 100 കാര്യങ്ങൾ അദ്ദേഹം പറയുമ്പോൾ ഒരു 30 കാര്യങ്ങൾ ചിലപ്പോൾ എതിര് കാണും, പക്ഷേ ഭൂരിപക്ഷം അനുകൂലമാണ്. ഗവൺമെൻറ്റിനെ ഒരുപാട് അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എന്നാൽ വിമർശനം അത് ഉന്നയിക്കാറുണ്ട്. CPM-നെ അദ്ദേഹം സപ്പോർട്ട് ചെയ്യാറുണ്ട്, എന്നാൽ വിമർശനം ഉന്നയിക്കാറുണ്ട്. അത് ഒരു സമുദായത്തിൻ്റെ നേതാവെന്നത് മാത്രം കണ്ടാൽ മതി. പക്ഷേ BDJS-ന് വേണ്ടി അദ്ദേഹം വാദിച്ചതായിട്ട് ഞാൻ കാണുന്നില്ല. BJP-ക്ക് വേണ്ടി അത്തരത്തിലൊരു വാദം ഉണ്ടാകുന്നത്. BJP ഈ അടുത്ത കാലത്തൊന്നും ഈ കേരളത്തിൽ ഇലക്ഷൻ ജയിക്കില്ല എന്ന് ഈ അടുത്ത സമയത്ത് അദ്ദേഹം പറഞ്ഞു, വെറുതെ മത്സരിക്കുക എന്ന്. അത് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി അദ്ദേഹം പറയാറുണ്ട്. അപ്പം അദ്ദേഹം ഒരു ഇടതുപക്ഷ വിരുദ്ധനാണെന്നുള്ള ധാരണ എനിക്കില്ല. എന്നാൽ ഇടതുപക്ഷക്കാരനാണെന്ന് ചോദിച്ചാൽ അതൊരു സമുദായ നേതാവാണ്. ഇടതുപക്ഷക്കാരനാണെന്ന് പറയാനും പറ്റില്ല, സമുദായത്തിൻ്റെ ഭാഗത്ത് പോകുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തി ഞങ്ങളെ ആക്രമിച്ച് തകർക്കാൻ ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചന നടത്തി ഹീനമായ മാർഗങ്ങൾ സ്വീകരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടാത്തിടത്തോളം കാലം ഞങ്ങളെന്തിനാണ് ആ മനുഷ്യനെ മോശപ്പെടുത്താനും ഇല്ലായ്മ ചെയ്യാനും ശ്രമിക്കേണ്ടതായി? ഞങ്ങളെന്തിനാണ് ശ്രമിക്കുന്നത്? ഞങ്ങൾക്ക് ദോഷമായിട്ട് അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ലല്ലോ. രാഷ്ട്രീയമായി ഞങ്ങൾക്ക് ദോഷമായിട്ടൊന്നും ചെയ്യാത്തിടത്തോളം കാലം ഞങ്ങൾ അദ്ദേഹത്തെ വ്യക്തിപരമായി അല്ലെങ്കിൽ സമുദായപരമായി കൈകാര്യം ചെയ്യാൻ CPM-ന് കൊണ്ടൊരു കാര്യമില്ല. അപ്പം ഞങ്ങളുടെ നിലപാടെന്താ? അദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യങ്ങളെ പിന്തുണയ്ക്കുക. അദ്ദേഹം ഏതെങ്കിലും കാര്യങ്ങളിൽ ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയാത്ത, സ്വീകാര്യമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യുക. ഈ നിലപാടാണ് CPM എന്ന് തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞു, ഞങ്ങൾക്ക് സ്വീകാര്യമല്ലാത്ത ചില കാര്യങ്ങൾ വന്നു എന്ന് തോന്നിയപ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ അഭിപ്രായം പറഞ്ഞു, അദ്ദേഹം മറുപടിയും പറഞ്ഞാൽ പ്രശ്നം നടത്തുന്നു. ഈ പ്രശ്നത്തിൽ മുഖ്യമന്ത്രി പ്രതികരിച്ചിരുന്നു പറഞ്ഞാൽ, മുഖ്യമന്ത്രി ചേർത്തല അദ്ദേഹത്തിൻ്റെ 30 വർഷത്തെ SNDP ജനറൽ സെക്രട്ടറി സ്ഥാനം അതിൻ്റെ സ്വീകരണത്തിന് ചെന്നപ്പോൾ തന്നെ മുഖ്യമന്ത്രി കൃത്യമായ ഒരു ഉജ്ജ്വല പ്രസംഗമായിരുന്നു, കൃത്യമായ നിലപാട് പറഞ്ഞു. അതിനുശേഷം ആ പ്രസംഗത്തിൽ തന്നെ ഇന്നത്തെ വർത്തമാനകാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പറഞ്ഞു. അതിനപ്പുറത്തേക്ക് നമ്മളെന്താ പറയേണ്ട കാര്യം? അദ്ദേഹം പറഞ്ഞൊരു കാര്യം അദ്ദേഹം തന്നെ ക്ലാരിഫൈ ചെയ്തു. ഞാൻ ഏതെങ്കിലും ഒരു സമുദായത്തെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്, ഞാനൊരു രാഷ്ട്രീയ പാർട്ടി ഉദ്ദേശിച്ചാണ് പറഞ്ഞത് എന്ന് അദ്ദേഹം തന്നെ ക്ലാരിഫൈ ചെയ്തതിനു ശേഷം നമ്മളെന്തിനാണ് അദ്ദേഹത്തിന് വെക്കിട്ട് കയറാൻ പോകുന്നത്? അപ്പം ഞങ്ങളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലവിലില്ല. ഞങ്ങളും അദ്ദേഹവുമായി നല്ല സൗഹാർദ്ദത്തിൽ പോകുമ്പോൾ മറ്റു പലർക്കും ആ സൗഹാർദ്ദം ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള അവസ്ഥ. ഇപ്പോൾ ഉദാഹരണം UDF-നോ കോൺഗ്രസിനോ ആ സൗഹാർദ്ദം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നില്ല. അത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അവർ നേരത്തെ പോലെ എടുത്തിരിക്കുന്ന ഒരു നിലപാടാണ്. വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട് UDF-ഉം കോൺഗ്രസും എടുത്തിട്ടുള്ള നിലപാടാണ്. സൗദിയിൽ പോയപ്പോൾ അവിടെ പള്ളിയിൽ മൈക്ക് വെച്ചുള്ള വാങ്കുവിളി കേട്ടില്ലെന്ന വിവാദ പരാമർശത്തിൽ മന്ത്രി സജി ചെറിയാന്റെ വിശദീകരണവും വന്നു. ഒരു വാക്ക് തെറ്റിപ്പോയതിന്റെ പേരിൽ പ്രിയപ്പെട്ടവർ പോലും തന്നെ തള്ളിപ്പറഞ്ഞെന്നും മന്ത്രി പറഞ്ഞു. സൗദിയിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞു, എന്താ പറയുക, ഈ കുത്തപ്പാട്ടി നമ്മുടെ പ്രാർത്ഥനയുണ്ടാവും, അതിന് പറയുന്ന പേര് ബാങ്കല്ല, നമ്മൾ പ്രാർത്ഥിക്കുന്ന കുത്തപ്പ, എന്തോ അതിന് പറയുന്നത് ബാങ്ക് പള്ളിയില്ല, കുത്തപ്പ. അങ്ങനെ ഒരു പള്ളി, കേരളത്തിലെ പള്ളിയിൽ മൈക്ക് പുറത്ത് കളി. ഞാൻ അവിടെ ചെന്നപ്പോൾ ഈ മൈക്ക് കണ്ടില്ല. ബാങ്ക് വിളിക്കുന്നുണ്ടോ? അത് പരസ്യമായിട്ട് തന്നെ ബാങ്ക് വിളിക്കുന്നു. എനിക്ക് ആ പറഞ്ഞപ്പോൾ ഒരു അക്ഷര പെശവ് വന്നു, ഒരു പെശവ് വന്നു. ഇവർ പ്രാർത്ഥിക്കും, പ്രസംഗിക്കും. അങ്ങനെ നമ്മുടെ കേരളത്തിലെ പള്ളികൾ ഏതെങ്കിലും ഒരു നേരത്തെ കാണും. മറ്റേ ബാങ്ക് വിളിയെല്ലാം അവിടെ എല്ലാ പള്ളിയിലും ഞാൻ കേട്ടു. പക്ഷേ ഇത് അതാ ഞാൻ പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞാൽ കേരളത്തിൽ അത് ഓപ്പണാണ്, കേരളത്തിൽ എല്ലാവർക്കും അത് പറ്റുന്നു. പക്ഷേ അവിടെ ഇത്രയും മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യമായിട്ടും അവർ വളരെ സൂക്ഷിച്ചാണ് അത് കൈകാര്യം ചെയ്യുന്നത്. അത് ഈ സൗണ്ടിൻ്റെ ഇതിനെപ്പറ്റി പറഞ്ഞ കൂട്ടത്തിൽ ഞാനത് പറഞ്ഞത്, ശബ്ദമലിനീകരണം നമ്മുടെ ഇവിടെ കൂടുതൽ വരുന്നു, അവിടെ അതില്ല എന്ന് പറഞ്ഞു. പക്ഷേ ബാങ്കുകളെ പറ്റി ഞാൻ ഉദ്ദേശം മറ്റേതാണ്, ഈ പ്രസംഗം അവിടെ ഇല്ല, മൈക്കിലൂടെ പുറത്തോട്ടില്ല, അകത്ത് പ്രസംഗം കേൾക്കാം. അപ്പം ഞാനിത് പറഞ്ഞു, എന്തൊരു വാദമായി
എന്നെ ഇഷ്ടപ്പെടുന്നവർ പോലും ഞാൻ തെറ്റിദ്ധരിച്ചു, ഞാൻ ബാങ്ക് വിളിയാന്ന് പറഞ്ഞു, അങ്ങനെ അതിനെ ആക്ഷേപിച്ചു. ഞാൻ യഥാർത്ഥത്തിൽ തന്നെ സപ്പോർട്ട് ചെയ്തത്.